ഇന്നും തലയിൽ തേക്കുന്ന ഒരു സൂപ്പർ അത്ഭുത വിദ്യയായിട്ടാണ് വന്നേക്കണത്. നമ്മുടെ കീഴാർ നെല്ലിയും കൊണ്ട്. കീഴാർ നെല്ലിയൊക്കെ മുറ്റത്തൊക്കെ നിൽക്കണമെങ്കിൽ പറിച്ച് കളയാതെ എടുത്ത് വെച്ചിട്ട് ഇത് കുറച്ച് സാധനങ്ങൾ കൂടുതൽ ഇലകളൊക്കെ ചേർത്തുണ്ടാക്കിയ ഒരു പാക്കാണ്. എളുപ്പത്തിനുണ്ടാക്കാം. നമ്മുടെ തലമുടി നല്ല തഴച്ച് വളരും. ചെറുപ്പത്തിൽ തൊട്ട് തലയിൽ തേക്കുകയാണെങ്കിൽ മുടി നല്ല കരിക്കട്ട കളറായിട്ടിരിക്കും. ചില പിള്ളേരുടെ മുടി കാണാൻ പാടില്ല, നല്ല കരിക്കട്ട കളറായിട്ട്. ചിലവരുടെ ചെമ്പിച്ചിരിക്കും. അത് നമ്മുടെ തലയിൽ നമ്മൾ തേക്കണ പോലെ ഇരിക്കും. നല്ല എണ്ണയും തേച്ച് നല്ല ഷാമ്പൂ മേടിച്ച് തേക്കാണ്ട് ഈ നാച്ചുറലായിട്ടുള്ള പാക്ക് തല തേച്ചാൽ മതി. താളിക്ക് പകരവും നല്ല പായ്ക്കുമായിട്ട് വരും. പായ്ക്കും വേറെ ഷാമ്പൂ ഇട്ട് കഴുകിയും കളയണ്ട കേട്ടോ. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം. എളുപ്പമാണ്. നാച്ചുറലായിട്ടുള്ള ഒരു ഹെയർ പാക്ക്. മുടി തഴച്ച് വളരാൻ ഏറ്റവും ഉത്തമമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് കാണിച്ചു തരാവേ. ഇത് വീഡിയോയിലേക്ക് പോയാലോ? എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നതിൻ്റെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഈ വീഡിയോയിലേക്ക് പോകാം. ഇന്ന് തലമുടിയെ തേക്കുന്ന ഒരു പാക്ക് ഉണ്ടാക്കാൻ പോവാണ്. അതിനെടുത്തോണ്ട് വന്ന സാധനങ്ങളെ കാണണോ? ചെമ്പരത്തിപ്പൂ, പേരയില, എന്ത് പൂവാണെന്നറിയോ? താമരപ്പൂ. താമരപ്പൂ ഇല്ലാത്തവർ ഇടണ്ട കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ താമരയിലുണ്ടായ പൂവാണ്, അതുകൊണ്ട് താമരപ്പൂ. ഇത് കറിവേപ്പില. ഇത് നമ്മുടെ അത്ഭുത മരുന്ന്. ഇത് കീഴാർ നെല്ലി. ഇത്രയോ സാധനം ഞാൻ എടുത്തിട്ടുണ്ട്. ബാക്കി ഈ താമരപ്പൂ ചിലപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ കാണത്തില്ല. എനിക്കിവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ പറിച്ചെടുത്തുകൊണ്ട് വന്നതാണ്. ബാക്കി സാധനങ്ങളെല്ലാം എല്ലാവരുടെ വീട്ടിലുള്ള സാധനമാണ്. നമുക്ക് മുടി വളർച്ചയ്ക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കുറച്ച് പാക്കുകളാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച എല്ലാ ആഴ്ചയിലും ഓരോ പാക്ക് ഉണ്ടാക്കി തലയിൽ തേക്കാം. മുടി നമുക്ക് വളരില്ലാത്തവർക്കും വളർത്തിയെടുക്കണം. കഴിഞ്ഞ ദിവസം തേച്ച ഞാൻ കാണിച്ചു തന്നതല്ലേ. ഇത് നമുക്ക് ഉണ്ടാക്കണം എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. പാത്രം, മിക്സിയുടെ ജാറെടുത്ത് അടുപ്പത്തേക്ക് മറ്റേ ജാറേ വയ്ക്കുക. പേരയുടെ ഇല അതങ്ങ് മുറിച്ചങ്ങ് ഇടാം. കഴുകിയിട്ടാട്ടെ ഇപ്പം ഞാൻ ഇട്ടത്. നല്ല കീഴാർ നെല്ലി, അത് മുറിച്ചിടാം. നമ്മുടെ ചെമ്പരത്തിപ്പൂ, കറിവേപ്പിലയൊക്കെ നമ്മുടെ വീട്ടിലുള്ളതാണ് ഏറ്റവും നല്ലതാണ്. നമ്മുടെ താമരപ്പൂ, താമരപ്പൂവിൻ്റെ കളറുള്ള താമരപ്പൂവാണ്. കളറുള്ളതൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പം വെള്ള ഞാൻ പറിച്ചിട്ട് ഒന്നാണ്. കളറുള്ള താമരപ്പൂവൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് ലിപ്സ്റ്റിക്കും പായ്ക്കും ഒക്കെ തല തേക്കണം, മുഖത്ത് തേക്കണം ഒക്കെ ഉണ്ടാക്കാം. നമ്മുടെ വീട്ടിലുള്ള വിഷമില്ലാത്ത സാധനങ്ങളാണ് ഇതൊക്കെ. ഇനി ആദ്യം ഒന്ന് കറക്കണം. നമുക്ക് അതിനകത്തേക്ക് ഒരു സാധനം കൂടെ ചേർക്കണം. കറക്കിയിട്ട് ചേർക്കാമെന്ന് ഓർത്ത് ഞാൻ കാണിക്കാത്ത കേട്ടോ. ഒരു ചെറിയ ഒരു സവോള, കുഞ്ഞു സവോള എടുത്താൽ മതി, വലിയതൊന്നും വേണ്ട. ചെറിയൊരു സവോള. ആ സവോളയുടെ നീര് ഇതിനകത്ത് ഇരുന്നത് നല്ലതാണല്ലോ. ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കണം. കഞ്ഞിവെള്ളം ഉള്ളവർ കഞ്ഞിവെള്ളം ഒഴിച്ചാൽ മതി. കഞ്ഞിവെള്ളം ഇല്ലാത്ത ചിലപ്പോൾ നമ്മൾ വാർത്ത കഞ്ഞിവെള്ളം എടുത്ത് കളയുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതില്ലെങ്കിൽ ചേർക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് വെള്ളം ചേർത്തരച്ചാലും മതി. ഇതിനകത്ത് ബാക്കി എല്ലാ സാധനങ്ങളും നല്ല വിറ്റാമിനുള്ള സാധനങ്ങളെല്ലാം ഉണ്ട്.
അരച്ചെടുത്തിട്ടുണ്ട്. നല്ല പച്ച കളറാണ് എല്ലാം കൂടെ അരച്ചപ്പോഴത്തേന്. ഇത്രയും വെള്ളം ചേർത്താൽ മതി, ഒരുപാട് വെള്ളം ചേർക്കണ്ട കേട്ടോ. വെള്ളം ചേർത്താൽ നമുക്ക് തലയിൽ തേച്ച് പിടിപ്പിക്കാനായിട്ട് പാടാം. നമുക്ക് ഈ പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ മുടിയുടെ അനുസരിച്ച് ഉണ്ടാക്കണം കേട്ടോ. എനിക്ക് മുടി കുറവായതുകൊണ്ട് ഞാൻ എൻ്റെ മുടിയൊക്കെ വെട്ടിയിട്ട് നീളം വയ്ക്കാൻ വേണ്ടി നമുക്ക് നോക്കാനായിട്ട് കുറേ പാക്കുകൾ ഉണ്ടാക്കി എല്ലാ ദിവസവും തേക്കാൻ ഓർത്താണ് ഞാൻ ഉണ്ടാക്കിയത്. അത് നിങ്ങളെയും കാണിച്ചു തരാമെന്ന് ഓർത്തു. ഇതാണെങ്കിൽ ഉണ്ടല്ലോ, നമ്മൾ താളിക്ക് ഫലം ചെയ്യും, ഒരു പായ്ക്കുമായിട്ട് വരും, തലമുടി നല്ല തഴച്ചും വളരും. ഇതുപോലെ എന്നും തേക്കാൻ, ചെറുപ്പത്തിലൊക്കെ തേക്കാൻ പിള്ളേരെ പഠിപ്പിക്കുകയാണെങ്കിൽ മുടി ഒരു കാലത്തും നരക്കില്ല. ഈ അകാല നരയൊക്കെ ഇല്ല, അതൊന്നും ഉണ്ടാവത്തേയില്ല. മുടി എപ്പോഴും നല്ല കറുത്ത് സ്ട്രോങ് ആയിട്ടിരിക്കും, മുടി നല്ല കട്ടിയായിട്ടിരുന്നോളും. ഇതൊക്കെ നാച്ചുറലായിട്ടുള്ള ഹെയർ പാക്കുകളാണ്. നാച്ചുറലായിട്ട് നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെയുള്ള, നമ്മുടെ മുറ്റത്തൊക്കെ ഉള്ള പേരയുണ്ട്, മറ്റേ കീടാർനെല്ലിയൊക്കെ നമ്മുടെ മുറ്റത്ത് ഈ ചട്ടിക്കകത്തോ മുറ്റത്തൊക്കെ എപ്പോഴും കാണും. ചെമ്പരത്തിപ്പൂ ഉണ്ടല്ലോ, പിന്നെ താമരപ്പൂ ഞാൻ ഉള്ളത് കൊണ്ട് ഞാൻ നിങ്ങളെ കാണിക്കാമെന്ന് ഓർത്ത് ഇട്ടതാണ്. താമരപ്പൂ ഇട്ടില്ല എന്ന് ഓർത്തുകൊണ്ട് കുഴപ്പമില്ല. ബാക്കി കരിവേപ്പിലേ ഉള്ളതാണ്. ഇത് എന്ത് സാധനം വേണമെങ്കിലും ആഡ് ചെയ്ത് നമുക്ക് അരച്ചെടുക്കാം. ഏറ്റവും നല്ല സാധനമാണ് ഇത്. തലയിൽ അരച്ച് തേച്ചിട്ട് കുളിക്കുന്നതിന് മുമ്പ് തല തേക്കുക. മേലൊക്കെ തേച്ച് കഴിഞ്ഞിട്ട് തല അഴിക്കലേ. ഒരുപാട് സമയം വെക്കണമെന്നൊന്നുമില്ല, അരമണിക്കൂറൊക്കെ വെച്ചാൽ മതി. എന്നിട്ട് തല നല്ലപോലെ മസാജ് ചെയ്ത് കഴുകി കളയുക. അന്നേരം മുടിക്ക് നമ്മുടെ കണ്ണിന് നല്ല കുളിർമയും കിട്ടും, നല്ല ഉറക്കവും കിട്ടും, മുടി നല്ല തഴച്ച് വളരുകയും ചെയ്യും. നല്ല ചെറുപ്പത്തിൽ തേക്കണതുകൊണ്ട് മുടിയൊക്കെ എപ്പോഴും കറുത്ത് തന്നെ ഇരിക്കും, അകാല നേരം ഉണ്ടാകത്തേ ഇല്ല കേട്ടോ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മൾ എളുപ്പത്തിന് ഉണ്ടാക്കാവുന്ന സാധനമാണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്കും ഷെയറും കമൻറ്റും ഉപയോഗിച്ച് നോക്കിയിട്ട് വേണം കേട്ടോ കമൻറ്റ് ഇടാൻ. ഞാൻ എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറഞ്ഞാണ്, ഇങ്ങനെയെല്ലാം ഞാൻ ഉണ്ടാക്കി തേക്കുന്നതാണ്. മഴയുള്ള സമയത്ത്, അല്ലാത്ത സമയത്ത് അങ്ങനെയൊന്നുമില്ല, എപ്പോൾ വേണേലും തേക്കാം. തലനീരിളക്കോ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? കുളിച്ചിട്ട് ഇറങ്ങി വരുമ്പോൾ രാസനാദിപ്പൊടി ഉണ്ടെങ്കിൽ ഒരു നുള്ളി രാസനാദിപ്പൊടി നെറുകയിലിടുക. അല്ലെങ്കിൽ ഭസ്മം ഉണ്ടെങ്കിൽ ഭസ്മം ഇടുക. ഇല്ലെങ്കിൽ ഇച്ചിരി പൗഡർ ഇട്ടാലും മതി. നമ്മുടെ തലയിൽ ബാക്കി ഭാഗത്തൊക്കെ ഇരിക്കുന്ന വെള്ളം വലിഞ്ഞു പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയണത് കേട്ടോ. രാസനാദിപ്പൊടി പൊടി ഇടുവാണെങ്കിൽ ജലദോഷം അങ്ങനെയൊന്നും ഉണ്ടാവത്തേയില്ല. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. താങ്ക് യു.